അയ്യോ അയ്യോ അമ്മ അതെ എങ്ങനെയാലും രക്ഷിക്കണം സാറേ. എന്റെ പുറകെ വരെ നിങ്ങൾ എന്താണ് എന്നെ പേരായിട്ടിട്ട് ഓട്ടിക്കുന്നത്? ഞങ്ങള് പേരല്ലെന്ന്, ഞങ്ങൾ ഡ്യൂട്ടിക്കിട്ട് അങ്ങനെ 2 പോലീസുകാരാണ്. രാവിലെ പോലും ഉറക്കണിട്ട് ഓടാത്ത ആളാണ് ഞാൻ. എന്നെ 3 കിലോമീറ്റർ ഇവരിട്ട് ഓടിക്കുന്നു. എന്താ കേസ്? അവിടെ നിൽക്കടാ. എന്ത് അവിടെ നിൽക്കടാ സാറേ? ഒന്ന് പറഞ്ഞ് റെഡിയാക്കൂ. അല്ല എന്താണ് കേസ്? എന്താണെന്ന് പറയും. ഇവനെ ഇരിക്കുന്ന ചാക്കോച്ചനെ ഏറ്റവും കൂടുതൽ ട്രോളുന്ന ആളാണ് അവൻ. അല്ല, ഞാൻ ചാക്കോച്ചന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഇടയ്ക്കൊന്ന് ട്രോളുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ചാക്കോച്ച? കുഴപ്പമുണ്ട് ഇല്ലെന്ന്. ഫാനായിട്ടുള്ള ആൾക്കാർ ട്രോളു ചെറുതായിട്ട് തമാശക്ക് വേണ്ടി ട്രോളുന്ന, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, ചാക്കോച്ചിന്റെ ഫാൻസ് ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. താൻ എങ്ങനെയാണോ ചെയ്യുന്നത്? താൻ എന്തിനാണ് ചാക്കോച്ചിനെ മാത്രം ട്രോളുന്നത്? എനിക്ക് ഭയങ്കര ആരാധനയാണ്, ബഹുമാനമാണ്, അതുകൊണ്ട് ഞാൻ ട്രോളുന്നു. എനിക്ക് എന്താ കേരള പോലീസിനെ ട്രോളി കൂടെ? എന്നിട്ട് വേണം എന്നെ അടുത്ത് അകത്തിടാൻ. എന്താ നിന്റെ ഉദ്ദേശം? ഒരു മിനിറ്റ് സാറേ, എന്നെ ഓടിച്ചപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഇടത്തിന് സൈഡ് ഒന്ന് തിരിഞ്ഞാണ്, അങ്ങോട്ട് ലെഫ്റ്റ് സൈഡ്. കറക്റ്റ് നിറത്തിലെ ശാലിനി അല്ല. ഞാൻ ഓടിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കും. വീണ്ടും എനിക്കൊരു സംശയം. ഞാൻ ആലോചിച്ചത് ഈ ശാലിനി അജിത്തിന് ചോറും തരാതെ എറണാകുളത്ത് എന്നിട്ട് ഓട്ടിക്കുന്നത് കറക്റ്റ് സത്യം. നിറത്തിലെ ശാലിനി. അയ്യോ, അത് കേട്ടങ്ങ് സൂചിച്ച് നിൽക്കേണ്. അവൻ ട്രോൾ ചെയ്താണ്. അങ്ങനെയാണോ സാർ? താൻ എന്നെ നിറത്തിലെ ശാലിനിയോടൊന്നും കണ്ട, എന്നെ അനിയത്തിപ്രമായിട്ട് കണ്ടാ മതി അല്ലേ? അല്ലെങ്കിൽ കേട്ടില്ല, അവളുടെ ചന്താമാമാരും ഒന്നും നല്ല ഇടിയാൻ കടിക്കും. മനസ്സിലായില്ല? ഏത് മാമാര്? ചന്തയില് പണിയെടുക്കണ മാമന്മാര് വന്നിട്ടേ നല്ല കുത്തുകുത്തുന്ന്. ആരാ? നിന്നെ. എന്നെ? പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. എന്താണ്? എന്നെ ആർക്കും ഇടിക്കാൻ പറ്റുമോ? ഇടിച്ചാൽ ഏക്കോ ഇല്ല. ഞാൻ പ്രേം പൂജാരി കൊണ്ട് അടിപൊളി ഒരു ഏറസ് ജപിച്ച് കെട്ടിയിട്ടുണ്ട് പൊക്കളുടെ താഴെ സൈഡിൽ. തുടങ്ങി നിന്റെ അയ്യപ്പ കോയിലോ പൗലോ പൗലോ സാർ അങ്ങനെയല്ല. ഈ വായെ കൊള്ളാത്ത പടത്തിലൊക്കെ പോയി എന്തിനാണ് ചാക്കോച്ച മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്? അഭ്യാസം ഇത് മതി. അത് മതി. ഇപ്പൊ കുറച്ച് മെമ്മറി കാർഡ് തീർന്നതേ ഉള്ളു സംഭവം. അല്ല പിന്നെ ഈ പറ്റാത്ത പേരൊക്കെ ഈ പോലീസ് പഠിച്ചിട്ട് നിർത്തിക്കോട്ടെ നിന്റെ പരിപാടി. സാർ ചൂണ്ടാരി പുള്ളിയിലുണ്ട് പരിപാടി. എന്ത് പരിപാടി? ഭയങ്കര ചാറ്റിങ്ങിന്റെ ആളാണ് ഈ പുള്ളി. അനാവശ്യം പറയാൻ നിൽക്കരുത്. ഇവിടെ ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസർ. ഭയങ്കര കർമ്മനിരത. ഡ്യൂട്ടിയുടെ ഇടയിൽ കയറി ഭയങ്കര ചാറ്റിംഗ് ആണ്. ആര് ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ? എൽസമ്മ എന്നൊരു പെൺകുട്ടിയായിട്ട് ഇയാൾ ഭയങ്കര ചാറ്റിംഗ് ആണ്. എൽസമ്മ അതല്ലല്ലോ ചേച്ചിയുടെ പേര്. അല്ല, എൽസമ്മയായിട്ട് ചാറ്റ് ചെയ്യണത് തനിക്കെങ്ങനെ? എനിക്കറിയാം. എങ്ങനെ? നന്നായിട്ടറിയാം. എങ്ങനെ? ഡ്യൂട്ടിയുടെ ഇടയിൽ ചാറ്റ് ചെയ്ത് എനിക്കറിയാം. തനിക്കെങ്ങനെ അറിയാം? ആ എൽസമ്മ എന്ന ആൺകുട്ടി എന്റെ ഫേക്ക് ഐഡിയ ആണ്. അത് ശരി. ഒരു ആണിന്റെ അടുത്ത് ചോദിക്കുന്നത്